Dear students, നമ്മൾ ഇന്ത്യ 1950 to 1990 എന്ന സെക്കൻഡ് ചാപ്റ്ററിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ദ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ്. അതിലെല്ലാ ഗോളും ഈ വീഡിയോയിൽ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 4 ഗോൾസാണുള്ളത് നമ്മുടെ 5 ഇയർ പ്ലാൻസിന്. 1950 പ്ലാനിംഗ് കമ്മീഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. 1951 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ തുടങ്ങി. അങ്ങനെ ആ 5 ഇയർ പ്ലാൻസിൻ്റെ പ്രധാനപ്പെട്ട 4 ഗോളുകളാണുള്ളത്. ആ 4 ഗോളുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിൽ ഓരോ വീഡിയോയിലാക്കാം എന്ന് വിചാരിക്കുകയാണ്. A plan should have some clearly specified goals. The goals of the 5 year plans were growth, modernization, self-reliance and equity. അപ്പോൾ 4 പ്രധാനപ്പെട്ട ഗോൾസാണ് നമ്മുടെ 5 ഇയർ പ്ലാൻസിനുള്ളത്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 1 വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് നോക്കുക. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഗ്രോത്ത്, സെക്കൻഡ് വൺ ഈസ് മോഡേണൈസേഷൻ, തേർഡ് വൺ സെൽഫ് റിലയൻസ് ആൻഡ് ഫോർത്ത് വൺ ഇക്വിറ്റി. പിന്നെ ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഓൾ ദ പ്ലാൻസ് ഹാവ് ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ഓൾ ദീസ് ഗോൾസ്. Due to limited resources, a choice has to be made in each plan about which of the goal is to be given primary importance. അപ്പം ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ പ്ലാനിനും, എല്ലാ 5 ഇയർ പ്ലാൻസിനും ഈ 4 എണ്ണത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നമുക്ക് പറ്റാറില്ല. അതത് സമയങ്ങളിലുള്ള സാഹചര്യങ്ങൾ നോക്കിയിട്ട് അതിൽ ഓരോന്നോ അല്ലെങ്കിൽ ഈ 2 എണ്ണോ ഒക്കെ ആയിട്ട് നമ്മളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. Nevertheless, the planners have to ensure that as far as possible the policies of the plans do not contradict these 4 goals. അതായത് ഈ പ്ലാനേഴ്സ്, നമ്മളുടെ ആസൂത്രകർ വളരെയധികം ശ്രദ്ധിക്കും. നമ്മുടെ ഗോൾസ് ആയിട്ടുള്ള ഗ്രോത്തിനും മോഡേണൈസേഷനും സെൽഫ് റിലയൻസിനും ഇക്വിറ്റിക്കും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാവാതിരിക്കാൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കും. ഇനി നമ്മളതിൽ ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച, മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത, ഇക്വിറ്റി, നീതി, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഓരോന്നും എന്താണെന്ന് അതിൽ ആദ്യത്തെ ഫസ്റ്റ് വൺ ഈസ് ഗ്രോത്ത്. It refers to increase in the country's capacity to produce the output of goods and services within the country. ഒരു രാജ്യത്തിന് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിൻ്റെ വളർച്ചയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് എയ്തർ എ ലാർജ് സ്റ്റോക്ക് ഓഫ് പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ ഓർ എ ലാർജ് സൈസ് ഓഫ് സപ്പോർട്ടിംഗ് സർവീസസ് ലൈക്ക് ട്രാൻസ്പോർട്ട് ആൻഡ് banking or an increase in the efficiency of productive capital and services. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ, നമ്മളുടെ പ്രൊഡക്ഷനുള്ള കപ്പാസിറ്റി, പൊട്ടൻഷ്യൽ വർദ്ധിപ്പിക്കുക. അതല്ലെങ്കിൽ നമുക്കിവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും അതിനെ പുരോഗതി പ്രാപിക്കുക. അതിൽ പെടുന്നതാണ്, എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിൽ പെടുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ? ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, ഇതൊക്കെ. അത് അല്ലെങ്കിൽ ഓർ ആൻ ഇൻക്രീസ് ഇൻ ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ, ഈ പ്രൊഡക്റ്റീവ് ക്യാപിറ്റലിൻ്റെ എഫിഷ്യൻസി, കഴിവ് വർദ്ധിപ്പിക്കുക. അതുപോലെ സർവീസസിൻ്റെ ഒക്കെ കഴിവ് വർദ്ധിപ്പിക്കുക. അതായത് ഒരു രാജ്യത്തിൻ്റെ സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കാനുള്ള കഴിവിനെ പരിപോഷിക്കുക, മുന്നോട്ടേക്ക് നയിക്കുക, വളർത്തിയെടുക്കുക. ആ സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കാനുള്ള കഴിവിനെയും അതുപോലെ തന്നെ ആ രാജ്യത്തിനാവശ്യമായ സാമൂഹ്യ, സാമ്പത്തിക, ആന്തരിക ഘടനയെയും ഇൻഫ്രാസ്ട്രക്ചറിനെയും ഒക്കെ വളർത്തുക എന്നുള്ളതാണ് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഇൻ ദ ലാംഗ്വേജ് ഓഫ് എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഇൻക്രീസ് ഇൻ ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ ഒരു രാജ്യത്തിന് ഗ്രോത്ത് ഉണ്ടായോ, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായോ, സാമ്പത്തിക വളർച്ച ഉണ്ടായോ എന്നറിയുന്നത് എങ്ങനെയാണ്? ആ രാജ്യത്തിൻ്റെ, അത് അറിയാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ആ രാജ്യത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ആ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ എന്താണ് GDP എന്നാണ് അടുത്ത 1 വേർഡ് ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യനായിട്ട് 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ദ GDP ഈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി ഡ്യൂറിങ് എ ഇയർ. GDP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു രാജ്യത്ത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മാർക്കറ്റ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP എന്ന് വിളിക്കുന്നത്. ഓക്കെ, യു ക്യാൻ തിങ്ക് ഓഫ് ദ GDP as a cake and growth is increase in the size of the cake. If the cake is larger, more people can enjoy it. അവരൊരു എക്സാമ്പിൾ പറയുക, GDP, ഒരു രാജ്യത്തിൻ്റെ GDP എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കേക്കായിട്ട് സങ്കല്പിക്കാൻ. അപ്പോൾ GDPക്ക് ഗ്രോത്ത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ കേക്ക് വലുതായി വരിക. അപ്പോൾ അതിൽ ആ രാജ്യത്തുള്ള ആളുകൾക്ക് അതിന് നമ്മൾ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന കഷ്ണത്തിൻ്റെ അളവും എന്താവും, അത് വലുതായി വരും എന്നർത്ഥം. It is necessary to produce more goods and services if the people of India are to enjoy a more rich and varied life. അപ്പോൾ നമ്മുടെ രാജ്യത്തെ വളരെയേറെ ജനസംഖ്യയുള്ള നമ്മുടെ ഇന്ത്യ പോലെയുള്ള മഹാരാജ്യങ്ങളിൽ ഇറ്റ് ഈസ് നെസസറി ടു പ്രൊഡ്യൂസ് മോർ ഗുഡ്സ് ആൻഡ് സർവീസ്. നമ്മൾ ഒരുപാട് കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ വർദ്ധിച്ചു വരുന്ന ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള വസ്തുക്കളും സേവനങ്ങളും ഒക്കെ നമുക്കിവിടെ ലഭ്യമാവുകയുള്ളൂ. The GDP of a country is derived from the different sectors of the economy, namely the agricultural sector, the industrial sector and the service sector. ഒരു രാജ്യത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് പ്രധാനമായും 3 സെക്ടറിലൂടെയാണ്. ആദ്യത്തെ സെക്ടറിനെ നമ്മൾ പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയും. രണ്ടാമത്തെ സെക്ടറിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ അഥവാ സെക്കൻഡറി സെക്ടർ എന്ന് പറയും. മൂന്നാമത്തത് ടേഴ്ഷ്യറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്ന് പറയും. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വികസനം അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്നറിയാം. ആദ്യം തുടക്കത്തിൽ എല്ലാ രാജ്യങ്ങളിലും ഏതിനായിരിക്കും പ്രാധാന്യം ഉണ്ടാവുക, അഗ്രികൾച്ചറൽ സെക്ടറിനായിരിക്കും പ്രാധാന്യം ഉണ്ടാവുക. അവരുടെ GDP കൂടുതലും ഏതെന്നാണ് വരുന്നുണ്ടാവുക, അഗ്രികൾച്ചറൽ സെക്ടറിനാണ് വരുന്നുണ്ടാവുക. അപ്പോൾ തുടക്കത്തിൽ GDPയുടെ മേജർ പങ്കും ഭൂരിഭാഗവും ഏത് സെക്ടറിൽ നിന്നായിരിക്കും, അഗ്രികൾച്ചറൽ സെക്ടർ അഥവാ പ്രൈമറി സെക്ടറിൽ നിന്നായിരിക്കും. അതേസമയം അവിടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ കഴിയുമ്പോൾ പതുക്കെ ഇൻഡസ്ട്രിയൽ സെക്ടർ മുന്നോട്ട് വരാൻ തുടങ്ങും. അങ്ങനെ ഇൻഡസ്ട്രിയൽ സെക്ടർ വളർച്ച പ്രാപിക്കുമ്പോൾ എന്താവും, അഗ്രികൾച്ചറൽ സെക്ടറിനുള്ള കോൺട്രിബ്യൂഷനേക്കാൾ കൂടുതൽ എവിടെ നിന്ന് വരാൻ തുടങ്ങും, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്ന് വരാൻ തുടങ്ങും. ഓക്കെ, ഇനി ഇൻഡസ്ട്രിയൽ സെക്ടർ വളർച്ച പ്രാപിക്കുന്നതിനോടൊപ്പം തന്നെ എന്തും വർദ്ധിക്കും, ഒരു രാജ്യത്തിൻ്റെ സർവീസ് സെക്ടറും ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ സർവീസ് സെക്ടറിനും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരാൻ തുടങ്ങും. അങ്ങനെയാണ് സാധാരണഗതിയിൽ GDPയുടെ സെക്ടറൽ കോൺട്രിബ്യൂഷൻ വരാറുള്ളത്. ദ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഈച്ച് ഓഫ് ദീസ് സെക്ടേഴ്സ് മേക്സ് അപ്പ് ദ സ്ട്രക്ചറൽ കോമ്പോസിഷൻ ഓഫ് ദ ഇക്കോണമി. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സ്ട്രക്ചറൽ കോമ്പോസിഷൻ ഓഫ് ദ ഇക്കോണമി. ഓരോ സെക്ടറിൽ നിന്നും വരുന്ന കോൺട്രിബ്യൂഷനെ, അതായത് പ്രൈമറി സെക്ടറായ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് വരുന്ന കോൺട്രിബ്യൂഷൻ, സെക്കൻഡറി സെക്ടറിൽ ആയ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നും വരുന്ന കോൺട്രിബ്യൂഷൻ, ടേഴ്ഷ്യറി സെക്ടറായ സർവീസ് സെക്ടറിൽ നിന്നും വരുന്ന കോൺട്രിബ്യൂഷൻ ടു GDP. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ട്രക്ചറൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇൻ സം കൺട്രീസ് ഗ്രോത്ത് ഇൻ അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ട്സ് മോർ ടു ദ GDP growth while in some other countries growth in the service sector contributes more to GDP growth. ചില രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞു തുടക്കത്തിൽ പ്രാഥമിക ഘട്ടങ്ങളിലൊക്കെ രാജ്യം വികസിക്കുന്ന തുടക്കഘട്ടങ്ങളിൽ ഏത് സെക്ടറിൽ നിന്നായിരിക്കും കൂടുതൽ GDPയിലേക്ക് കോൺട്രിബ്യൂഷൻ പോവുക, പ്രൈമറി സെക്ടർ അഥവാ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നായിരിക്കും. വികസനം മുന്നോട്ട് പോകുന്നതോടുകൂടി ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നും അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ നിന്നും കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇത്രയും വരെയാണ് നമുക്ക് ഗ്രോത്ത് എന്നുള്ളതിൽ പഠിക്കാൻ പറ്റുള്ളത്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ 5 ഇയർ പ്ലാൻസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പ്ലാനിങ്ങിൻ്റെ മേജർ ഗോൾസിൽ ഫസ്റ്റ് ഗോളായ ഗ്രോത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.